അപ്പോൾ നമ്മൾ MSSന്റെ മൊഡ്യൂൾ 5ലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന സിലബസ് അല്ലെങ്കിൽ ഇതാണൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി, ഡിലെമ, എലമെന്റ്സ്, ക്വാളിറ്റി അഷുറൻസ്, SQL ടാസ്ക്, പിന്നെ SPI CMMI ഫ്രെയിംവർക്ക്, ISO 9001 2000 സ്റ്റാൻഡേർഡ്സ്, ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, മൈക്രോ സർവീസ് ആർക്കിടെക്ചർ, ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. ഓരോന്ന് വരുന്നതായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആണ്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി മെയിൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഫിറ്റ്നസ്സിലാണ്. അപ്പൊ എന്താണ് ഫിറ്റ്നസ് നോക്കാം. ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ SRS ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ഓഫ് റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, SRS എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ് ആണ് ശരിക്കും എന്ത് പറയുന്നത് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ആളുകൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ഡേവിഡ് ഗാർവിൻ ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൾട്ടി ഡിമെൻഷണൽ വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ 4-5 ക്വാളിറ്റീസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ക്വാളിറ്റി. പെർഫോമൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ആ കസ്റ്റമറിനെ എല്ലാ കണ്ടന്റും എല്ലാ ഫങ്ഷൻസും നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് അത് ഡെലിവർ ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കുന്ന ഒരു ക്വാളിറ്റിയാണ് പെർഫോമൻസ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്ന എൻഡ് യൂസേഴ്സിന് ഇതൊരു അപ്പീലിംഗ് ആയിട്ട് തോന്നിയോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് തോന്നിയോ ആ ക്വാളിറ്റി, അതാണ് ഫ്യൂച്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഫെയിലിയർ ഒന്നും ഇല്ലാണ്ട്, അതായത് വേറെ എറേഴ്സോ അല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷനാലിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് കൺഫോമൻസ് ആണ്. കൺഫോമൻസ് എന്ന് പറയുമ്പോൾ അതായത് സോഫ്റ്റ്വെയർ കൺഫേം ടു ലോക്കൽ ആൻഡ് എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ റെലവന്റ് ടു ആപ്ലിക്കേഷൻ. ഓക്കെ. സർവീസബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് നമുക്ക് ചേഞ്ചസ് പറഞ്ഞു അവര് ആ ചേഞ്ചസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മാത്രമല്ല ആ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് അത് ഡീബഗ് ചെയ്തിട്ട് തിരിച്ച് ഏൽപ്പിക്കാൻ പറ്റുമോ, തിരിച്ച് നമുക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു ക്വാളിറ്റിയാണ് സർവീസബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മെക്കോൾ എന്ന് പറഞ്ഞ ആള് കുറച്ച് ക്വാളിറ്റി ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മെക്കോൾ മാത്രമല്ല റിച്ചാർഡ്സ്, അതുപോലെ വാൾട്ടേഴ്സ്, അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ട് കുറച്ച് ക്വാളിറ്റി ഫാക്ടേഴ്സ് പറഞ്ഞു. അപ്പോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അത് കുറെ ഉണ്ട്, ഒരു 11 മൊത്തത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് റിവിഷൻ, പ്രൊഡക്റ്റ് ട്രാൻസിഷൻ, പ്രൊഡക്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡക്റ്റ് റിവിഷനിൽ വരുന്നത് മെയിൻറ്റൈനബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ടെസ്റ്റബിലിറ്റി ആണ്. പ്രൊഡക്റ്റ് ട്രാൻസിഷനിൽ വരുന്നത് പോർട്ടബിലിറ്റി, റീയൂസിബിലിറ്റി, ഇന്റർഓപ്പറബിലിറ്റി ആണ്. പ്രൊഡക്റ്റ് ഓപ്പറേഷനിൽ വരുന്നത് കറക്റ്റ്നെസ്, റിലയബിലിറ്റി, യൂസബിലിറ്റി, ഇന്റഗ്രിറ്റി, എഫിഷ്യൻസി. ഇത്രയും ഫാക്ടേഴ്സ് വരും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ പ്രിസൈസ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ അത് നോക്കുന്നതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറെ റിസോഴ്സസും കോഡ് റിക്വയർഡ് ആണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ റിസോഴ്സസും കോഡും കിട്ടിയോ, അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് അതിന് നമ്മുടെ ഫംഗ്ഷന് അത് ഉപകാരപ്പെട്ടു എന്ന് പറയുന്നതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ചിലപ്പോൾ അത് യൂസ് ചെയ്തേക്കാം. അപ്പൊ അത് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. യൂസബിലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ എഫേർട്ട് റിക്വയർഡ് ടു ലേൺ ആൻഡ് ഓപ്പറേറ്റ്, ഇതാണ് യൂസബിലിറ്റിയിൽ പറയുന്നത്. മെയിൻറ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് മെയിൻറ്റൈനബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷണൽ പ്രോഗ്രാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ, അതായത് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ടോ, അതിന്റെ ഈസിനെസ്, അതാണ് ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ടെസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്
ദ പ്രോഗ്രാം ടു എൻഷുർ ദാറ്റ് ഇറ്റ് പെർഫോംസ് ഇസ് ഇന്റർണൽ ഫംഗ്ഷൻ. അതായത് നമ്മൾ ടെസ്റ്റ് നടത്തുമല്ലോ, ഓരോ പ്രോഗ്രാമും കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, അതാണ് ടെസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോ പല ടൈപ്പ് ഹാർഡ്വെയറിലാണ് ഇത് ഇൻസ്റ്റാൾ ആക്കുക. അപ്പോൾ ഒരു ഹാർഡ്വെയറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം എൻവയോൺമെന്റിൽ നിന്ന് വേറെ എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ആ പ്രോഗ്രാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. റീയൂസബിലിറ്റി എന്ന് പറയുന്നത് അതായത് ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് നമുക്ക് വേറെ അപ്ലിക്കേഷൻസിൽ എത്രത്തോളം റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കപ്പിൾ ചെയ്യുമ്പോൾ എത്രത്തോളം എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട്, അതാണ് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ISO 9126 ക്വാളിറ്റി ഫാക്ടേഴ്സ് ആണ്. അത് ISO ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഫാക്ടേഴ്സ് ആണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫങ്ഷനാലിറ്റി ആണ്. ഫങ്ഷനാലിറ്റി ഇതൊക്കെ നമ്മൾ നേരത്തെ ഫങ്ഷനാലിറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് 6 ഫാക്ടേഴ്സ് മൊത്തത്തിൽ പറയുന്നുണ്ട്. ഫങ്ഷനാലിറ്റി, റിലയബിലിറ്റി, യൂസബിലിറ്റി, എഫിഷ്യൻസി, മെയിൻറ്റൈനബിലിറ്റി, പോർട്ടബിലിറ്റി. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു തന്നെയാണ്. ഫങ്ഷനാലിറ്റിയും അതുപോലെ തന്നെ യൂസബിലിറ്റിയും ആണ് നമുക്ക് ഒന്നുകൂടി പറയാനുള്ളത്. അതെന്താന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഫങ്ഷനാലിറ്റി നോക്കാം. ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഒരു സോഫ്റ്റ്വെയർ ആ നീഡിനനുസരിച്ചിട്ട്, അതായത് നമ്മുടെ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ കംപ്ലയൻസ്, ഇന്ററോപ്പറബിലിറ്റി, സ്യൂട്ടബിലിറ്റി, ആക്യുറസി, ഇതൊക്കെയാണ് ഫങ്ഷനാലിറ്റി വരുന്നത്. യൂസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് എത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് യൂസബിലിറ്റി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് URMP ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്നത്. U എന്ന് പറയുന്നത് യൂസബിലിറ്റി, R എന്ന് പറയുന്നത് റിലയബിലിറ്റി, M എന്ന് പറയുന്നത് മെയിൻറ്റൈനബിലിറ്റി, P എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി, F എന്ന് പറയുന്നത് എന്താ പറയുക ഫങ്ഷനാലിറ്റി, E എന്ന് പറയുന്നത് എഫിഷ്യൻസി. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഫാക്ടേഴ്സ് പറയുന്നതിന് പുറമെ വേറെ കുറച്ചുകൂടി ഫാക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻറ്റ്യൂറ്റീവ്നെസ് ആണ് ഫസ്റ്റത്തെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അത് മുന്നേ ട്രെയിനിങ് ഒന്നും കൊടുക്കാണ്ട് എത്രത്തോളം ആ ഒരു ഇന്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഇൻറ്റ്യൂറ്റീവ്നെസ് എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്താ ഓരോ സൈറ്റുകൾ, ചില സൈറ്റുകൾ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കാണാം. പക്ഷെ അത് അവിടെ നിന്നിട്ട് ഒരു ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അതാണ് എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി റോബസ്റ്റ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ഒരു ബാഡ് ഇൻപുട്ട് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂസർ ഇന്ററാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത്. റിച്ച്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ റിച്ച് ഫീച്ചർ സെറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ആ ഒരു ഫീച്ചർ റിച്ച് ആണ് അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണെന്ന് പറയുന്നതാണ് റിച്ച്നെസ് എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലെമ്മയാണ്. അതായത് നമ്മളൊരു ഗുഡ് ഇനഫ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പറയാ, നമ്മൾ പലതരത്തിൽ അത് പറയാം. അതായത് ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയറിൽ എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണിരിക്കും, അല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ് കാണും, അതുപോലെ തന്നെ ലെസ് യൂസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാണും. അപ്പോൾ ഒരു ഗുഡ് ഇനഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതില് മെയിൻ ഫീച്ചേഴ്സ് യാതൊരു കുഴപ്പമില്ലാണ്ട് റൺ ആവണം. പക്ഷെ ലെസ് യൂസ്ഡ് ആയിട്ടുള്ള വൺസിലും ചെറിയ ബഗ്സ് വന്നാലും യൂസേഴ്സിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് ഗുഡ് ഇനഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ എല്ലാ എക്സ്പെൻസസും, അതായത് ഗുഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രോബ്ലംസും ഫിക്സ് ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി നമുക്ക് ഡിവൈഡ് ചെയ്യാം, മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യാം: പ്രിവെൻഷൻ, അപ്രൈസൽ ആൻഡ് ഫെയിലർ. അത് നമുക്ക് ഓരോന്ന് എന്താ നോക്കാം.
പ്രിവെൻഷൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മുടെ ക്വാളിറ്റി കൺട്രോളിലും ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസിലും നമ്മൾ എടുക്കുന്ന അതിന്റെ ആക്ടിവിറ്റീസിൽ എടുക്കുന്ന കോസ്റ്റ് ആണ് അതെന്ന് പറയാം ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാല് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ടു ഡെവലപ്പ് ദ കംപ്ലീറ്റ് റിക്വയർമെന്റ്സ് ആൻഡ് ഡിസൈൻ മോഡൽസ്. പിന്നെ പ്ലാനിങ് ടെസ്റ്റ് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്ന കോസ്റ്റ്. പിന്നെ എല്ലാ ട്രെയിനിങ്ങിനും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്. ഇത്രയും ഈ 4 കോസ്റ്റാണ് പ്രിവെൻഷൻ കോസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് അപ്രൈസൽ കോസ്റ്റ് ആണ്. അതായത് ടെക്നിക്കൽ റിവ്യൂസ് നടത്തുമ്പോൾ അതിലുണ്ടാവുന്ന കോസ്റ്റ്. അതുപോലെ തന്നെ ഡാറ്റ കളക്ഷനിലും മെട്രിക്സ് ഇവാലുവേഷനിലും നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ്. പിന്നെ ടെസ്റ്റിങ്ങിലും ഡീബങ്ങിലും ഉണ്ടാവുന്ന കോസ്റ്റ്. ഇതാണ് അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫെയിലർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അതായത് നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്യാണ്. അപ്പോ ഒരു എറർ ഇല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതാണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മളൊരു എല്ലാ സംഭവം കഴിഞ്ഞു, നമ്മുടേതായിട്ടുള്ള എല്ലാ ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞു. പക്ഷെ ചിലപ്പോ കസ്റ്റമേഴ്സിൽ എത്തിയിട്ട് ചിലപ്പോൾ വേറെ ടെസ്റ്റ് അല്ല വേറെ എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഒരു കോസ്റ്റ് തന്നെ ആണല്ലോ. പിന്നെ നമ്മൾ തിരിച്ച് ആ എറർ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഡീബഗിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു കോസ്റ്റ് ആണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് അച്ചീവിങ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി. ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ്, പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ്, ക്വാളിറ്റി കൺട്രോൾ ആക്ഷൻസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അപ്പോ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ പ്രോബ്ലം ആദ്യം മനസ്സിലാക്കണം, അല്ലെ? ആ പ്രോബ്ലം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഡിസൈനും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? വൈൽ അറ്റ് ദ സെയിം ടൈം എക്സിബിറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ലീഡ് ടു സോഫ്റ്റ്വെയർ ദാറ്റ് എക്സിബിറ്റ്സ് ദ ക്വാളിറ്റി ഡൈമെൻഷൻസ് ആൻഡ് ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വാളിറ്റി ഡിമെൻഷൻസും ഫാക്ടേഴ്സും എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസൈൻ, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്ന ആ ഡിസൈൻ ഇത്രയും ഫാക്ടേഴ്സ് കാണിക്കണം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. അതായത് നമ്മളുടെ പ്രൊജക്ട് മാനേജർ ചെക്ക് ചെയ്യാണ് ആ ഡെലിവറി ഡേറ്റ്സ് ഒക്കെ അച്ചീവബിൾ ആണോ, നമ്മൾ മുന്നേ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഒക്കെ അച്ചീവബിൾ ആണോ. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഡിപ്പെൻഡൻസീസ് ഒക്കെ, അതായത് ഇപ്പോ പെട്ടെന്ന് തീർക്കാൻ, അതായത് നമ്മുടെ ആ പ്രൊജക്ട് ടീമിന് പെട്ടെന്ന് ഒരു പണി തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് തീർക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ റിസ്ക് പ്ലാനിങ് നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. എന്തൊക്കെയാണ് റിസ്ക് പ്ലാനിങ്ങിൽ വരുന്നത്? ആദ്യം നമ്മൾ ആ റിസ്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ റിസ്ക് വെച്ചിട്ട് വരാവുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെക്ക് ചെയ്യും. ആ പ്രോബ്ലംസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് അതിന്റെ ഇമ്പാക്ട് വെച്ചിട്ട്, ചിലപ്പോൾ ചെറിയ ഇമ്പാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇമ്പാക്ട് ആയിരിക്കാം. എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അത് പ്രയോറിറ്റൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഒരു റിസ്ക് നമ്മൾ എന്ത് ചെയ്യും? കളയാൻ നോക്കും. റിസ്ക് മിറ്റിഗേഷൻ നടത്തും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? റീചെക്ക് ചെയ്യും. ഇനി ആ റിസ്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും റിസ്ക് വരുന്നുണ്ടോ നോക്കും. അതൊക്കെയാണ് റിസ്ക് പ്ലാനിങ്ങിൽ വരുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസ് കറക്റ്റ് ക്വാളിറ്റിയിലൂടെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു ക്വാളിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. ദെൻ മോഡൽസ് ആർ റിവ്യൂ ടു എൻഷുർ ദാറ്റ് ദേ ആർ കംപ്ലീറ്റ് ആൻഡ് കൺസിസ്റ്റന്റ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മാക്സിമം എല്ലാ എറേഴ്സും അൺകവർ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും നോക്കും. അതാണ് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് എലമെന്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്കിപ്പോൾ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. IEEE സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്, IEEE ISO എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ,
അതൊക്കെ നോക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് റിവ്യൂ ആൻഡ് എഡിറ്റ്സ്. അതായത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സിലുള്ള ക്വാളിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് എറേഴ്സ് ഒക്കെ അൺകവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ നോക്കുന്നതാണ് റിവ്യൂ ആൻഡ് എഡിറ്റ്സ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിംഗ് പ്രോപ്പർലി ആയിട്ട് അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണോ നടക്കുന്നത് നമ്മൾ നോക്കും. നാലാമത്തെന്ന് പറയുന്നത് എറർ ഓർ ഡിഫക്റ്റ് കളക്ഷൻ അനാലിസിസ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ എറേഴ്സ് വന്നതെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് നോക്കണം. എന്നിട്ട് അത് എലിമിനേറ്റ് ചെയ്യും വേണം. അതാണ് നാലാമത്തെ കാര്യം. അടുത്തെന്ന് പറയുന്നത് ചേഞ്ച് മാനേജ്മെന്റ് ആണ്. ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ചേഞ്ചസ്, അതായത് നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറിന്റെ എല്ലാ പണി കഴിഞ്ഞു, കസ്റ്റമറിന് ഡെലിവർ ചെയ്തു, കസ്റ്റമർ എന്തെങ്കിലും ചേഞ്ചസ് പറയും അല്ലെ. അപ്പോൾ ആ ചേഞ്ചസ് നമ്മൾ പ്രോപ്പർലി ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാല് ആ ചേഞ്ചസ് കൺഫ്യൂഷനിലേക്ക് പോകും, സോഫ്റ്റ്വെയറിന്റെ കൺഫ്യൂഷനിലേക്ക് പോകും. ആ കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിന്റെ പുവർ ക്വാളിറ്റിയിലേക്ക് പോകും. മനസ്സിലായോ? അതായത് ആവശ്യമില്ലാത്ത ചേഞ്ചസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കും നമ്മളെ. എന്നിട്ട് ആ കൺഫ്യൂഷനിലൂടെ നമ്മുടെ ആ ക്വാളിറ്റി എന്തായിട്ട് മാറും, പുവർ ആയിട്ട് മാറും. അതാണ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് എല്ലാ സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അവരുടെ എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കണം. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അങ്ങോട്ട് പറഞ്ഞു, എന്താണ് ഒരു ടീം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പല സ്കിൽസിലുള്ള ആളുകളാണ് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള സ്കിൽസ് വേണം. അപ്പോൾ അവര് അങ്ങനെ ടീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഡ്യൂക്കേഷൻ നടക്കാണ്. എഡ്യൂക്കേഷൻ വെച്ചാൽ ഇപ്പോൾ ഒരു സ്കില്ല് അറിയാത്ത ആള് വേറെ സ്കില്ല് പഠിച്ചു. അപ്പോൾ അത് ആരൊക്കെ പഠിക്കും, ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മാത്രമല്ല അതിന്റെ മാനേജേഴ്സ്, അതായത് പ്രൊജക്ട് മാനേജേഴ്സും പഠിക്കും. അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരും എന്ത് ചെയ്യും, എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മാറും. ഇനി സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് അതായത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പല ഡാറ്റകളും കളക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഡാറ്റാസ് ഒക്കെ പ്രോപ്പർലി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഫയർവാൾ പോലെയുള്ള പ്രൊട്ടക്ഷൻസ് നമ്മൾ വെബ് ആപ്പ് നോക്കുകയാണെങ്കിൽ ഫയർവാൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് റെഗുലേഷൻസും പോളിസീസും ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് എൻഷുർസ് ദാറ്റ് അപ്രോപ്രിയേറ്റ് പ്രോസസ് ആൻഡ് ടെക്നോളജി ആർ യൂസ്ഡ് ടു അച്ചീവ് സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഫയർവാൾ പോലെയുള്ള കാര്യത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അതിന് സെക്യൂരിറ്റി മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞത് സേഫ്റ്റി ആണ്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതിപ്പോ സോഫ്റ്റ്വെയറിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഡിങ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല. ഇപ്പൊ നമ്മുടെ എയർക്രാഫ്റ്റ് അപ്ലിക്കേഷൻസിലൊക്കെ ഭയങ്കര കുറച്ച് ഡിഫക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ അത്രയും റിസ്കോടെ നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ, അതിന് ഇമ്പാക്ട് എന്തായിരിക്കും, അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് സേഫ്റ്റിയിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കോണ്ടിജൻസി പ്ലാൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ നോക്കുക, പിന്നെ അതെങ്ങനെ നമുക്ക് കളയാൻ പറ്റും, പിന്നെ റിസ്ക് കളഞ്ഞാലും കൂടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തോണ്ടിരിക്കണം, ചെക്ക് ചെയ്തോണ്ടിരിക്കണം. അതാണ് റിസ്ക് മാനേജ്മെന്റിൽ വരുന്നത്.